Hello, hi my viewers, ഞാൻ ദർശന and welcome back to my channel Darshana's Vlogs. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ പുറകിലോട്ട് കാണുന്നതൊക്കെ ഫുള്ള് കാട് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു തെങ്ങുണ്ടല്ലോ, ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ കുറച്ച് മണി പ്ലാന്റ്സ് കിടക്കുന്നുണ്ട്. ആരോ കൊണ്ടുവന്ന് വലിച്ചിട്ടതാണെന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനെ മുളപൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഹണ്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കുറച്ച് പോത്തോസ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഇവിടെ ഇതിന് മുന്നേ ആരോ കൊടുന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു. അതിപ്പോൾ മുള പൊട്ടി വന്നിരിക്കുകയാണ്, അങ്ങനെയാണ് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അതിൽ വള്ളിയായിട്ട് നിൽക്കുന്നതും ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ തെയ്യായിട്ട് നിൽക്കുന്നതും ഉണ്ട്. അപ്പം ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സാധാരണ കാണുന്ന ആ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതിന്ന് കുറച്ച് ഹണ്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ വള്ളി ഉള്ളത് നോക്കിയിട്ടല്ല കേട്ടോ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ തൈകളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കുറേ ഇങ്ങനെ ഇങ്ങനെ ചുള്ളലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു വിറകിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട്, ഇങ്ങനെ വലിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വേര് കിട്ടാനൊന്നും നോക്കിയില്ല, വേണ്ടത് കുറച്ചിങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മണി പ്ലാന്റ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാലും അത് നന്നായിട്ട് തന്നെ റൂട്ട് ഫോം ചെയ്യും. അപ്പോൾ വേരില്ലാതെ കിട്ടിയാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങനെ തൈകളായിട്ടുള്ളതാണ് പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് മണി പ്ലാന്റ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് എനിക്ക് കിട്ടിയത് ഈ ഒരു സാൻസൺവേരിയാണ് കേട്ടോ. അപ്പം സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ് പിന്നെ ഞാൻ കണ്ടത്. അപ്പം അതാണെന്നുണ്ടെങ്കിലും അതേ നിറയെ കാട് പോലെ കിടക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിറയെ പൊന്തയായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മളപ്പോൾ കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത് സാധാ കാണുന്ന ഒരു സാൻസൺവേരിയാണ്. പിന്നെ ഞാൻ കണ്ടത് ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ചീരയുടെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി, ഇതിൻ്റെ ഒരു കളേഴ്സായിട്ടുള്ള വേറൊരു ടൈപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതും കൂടി കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് വേരില്ലാതെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ കുറച്ച് ഇവിടുന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതൊക്കെ നമുക്ക് പോട്ടിലിങ്ങനെ ഒരേപോലെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ജസ്റ്റ് ഇത്. അപ്പം ഞാൻ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇത് വെർട്ടിക്കൽ ഗാർഡനായിട്ട് കുറേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഈ ഒരു പ്ലാന്റാണ് എനിക്ക് നെക്സ്റ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് കിട്ടിയത് ഈ ഒരു കലേഡിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ ജസ്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് പുറത്തായിട്ട് റോഡിൻ്റെ സൈഡിലായിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കലേഡിയം നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതെന്തായാലും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റൂട്ടൊക്കെ മണ്ണിനടിയിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മതിലിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പറിച്ചാലൊന്നും കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേര് ജസ്റ്റ് അതിൻ്റെ കിഴങ്ങൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ചെറിയൊരു വേരായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ ഹണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ഗ്രീൻ കളർ ലീഫിൽ ഒരു പിങ്ക് വെയിൻസൊക്കെ വന്നിട്ട് അതിൽ പിന്നെ ഒരു വൈറ്റ് ഡോട്ട്സ് വന്നിട്ടുള്ള ഈ ഒരു കലേഡിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഹണ്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ വേറെ 2-3 വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട് കലേഡിയത്തിൻ്റെ. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഹണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നെക്സ്റ്റ് കിട്ടിയത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ഒരു പർപ്പിൾ ഷെയ്ഡായിട്ടുള്ള ഒരു
വെർട്ടിക്കൽ ഗാർഡനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ്, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതും ഇതുപോലെ തന്നെ ഇവിടെ നിറയെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് കേട്ടോ പിന്നെ ഞാൻ നെക്സ്റ്റ് ഹണ്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഞാൻ വേരായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്, വേരില്ലാതെയും വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്നും കുറച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു കളേഴ്സായിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ കുറച്ച് ഹണ്ട് ചെയ്യാണ് കേട്ടോ. ഇതിലൊരു വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനായിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു പോട്ടിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ എല്ലാ പ്ലാന്റ്സും തന്നെ ഞാനിവിടെ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ പ്ലാന്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഈ ഒരു ഹണ്ടിങ്ങിൽ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഹണ്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും പോയിട്ട് കാണും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.